അയ്യോ, എല്ലാം കള്ളം കൊണ്ടുപോയേ. പെണ്ണിന്റെ കല്യാണത്തിന് വെച്ചിരുന്നതാ. ഭഗവാനെ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് പറ്റി ലക്ഷ്മി? എന്താ സംഭവിച്ചത്? നാളെ എന്റെ മോടെ കല്യാണത്തിന് വെച്ചിരുന്ന സ്വർണവും പണവും എല്ലാം പോയല്ലോ ഈശ്വര. ഈശ്വര, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? ഇതിപ്പോ എങ്ങനെയാ കള്ളനകത്ത് കയറിയെന്ന് അറിയില്ലല്ലോ ഭഗവാനെ. മോളെവിടെ? നമ്മുടെ മോളെവിടെ? ഈശ്വര, ഞാൻ ഇനി എന്റെ കുഞ്ഞിന്റെ കല്യാണം എങ്ങനെ നടത്തും? ഭഗവാനെ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. നിങ്ങൾ പോലീസിൽ അറിയിച്ചോ? എത്രയും പെട്ടെന്ന് ചെയ്യുന്നതല്ലേ നല്ലത്. അന്വേഷിച്ച ആട് പോയിട്ടുണ്ട്. ഹലോ വിനു, എന്തെങ്കിലും വിവരം കിട്ടിയോ? എന്തായി? അവനെ വിടരുത്, ആ കള്ളനെ. അന്വേഷിക്കുന്നുണ്ട്. കിട്ടും. പണവുമായിട്ടാ ഞാൻ വരൂ. ഇനി ഒരുപാട് സമയമില്ല. നാളെ കഴിഞ്ഞാൽ മുഹൂർത്തമാണ്. എല്ലാവരും വരാൻ തുടങ്ങും. മണ്ഡപത്തിന് പോലും അഡ്വാൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എല്ലാം നടക്കും. ഗായത്രിയുടെ കല്യാണം നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കും. ഞാൻ പണവുമായിട്ടേ വരൂ. എന്നെ വിശ്വസിക്കുക. വിനു അന്വേഷിക്കുന്നുണ്ട്. പണമായിട്ടേ ഇങ്ങോട്ട് വരൂ എന്നാ എന്നോട് പറഞ്ഞത്. ഇതിനിപ്പം അവനും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ. എല്ലാം അവനും കൂടി ഉത്തരവാദിയല്ലേ. വേണ്ട, ഇപ്പോൾ ആരെയും കുറ്റം പറയാനുള്ള സമയമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളും ഇതിന് ഉത്തരവാദികളല്ലേ. ദുഷ്ടൻ. ഇനിയിപ്പോ എന്റെ കുഞ്ഞിന്റെ ഗതി എന്താണാവൂ? ഇന്നലെ മുതൽ എന്റെ കുഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ കിടക്കുക. മോള് വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. ബിനു പൈസയും കൊണ്ട് വരാമെന്ന് അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹലോ, പണം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉടനെ വരും. നിങ്ങൾ ബാക്കിയുള്ള കാര്യം നോക്കിയോ. ആ കള്ളനെ കിട്ടിയോ? റാസ്കൽ, അവനെ വെറുതെ വിടരുത്. അവനെ കിട്ടിയിട്ടില്ല. പണം ഞാൻ വേറെ റെഡിയാക്കിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പണമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കും. നിങ്ങൾ ബാക്കി കാര്യം നോക്കിക്കോളൂ. എങ്ങനെ? എവിടെ നിന്നാണ് പണം? സത്യമാണോ മോനെ? സ്വർണം പണവും എല്ലാം, തുണി പോലും അവൻ കൊണ്ടുപോയില്ലേ? അവനെ വെറുതെ വിടരുത് മോനെ. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? പണം ഞാൻ റെഡിയാക്കി. ബാക്കിയെല്ലാം നേരിട്ട് പറയാം. കാര്യങ്ങൾ നടക്കട്ടെ. ശരി, എന്നാ നീ വേഗം വാ. ഞാൻ വിനു സുബ്രഹ്മണ്യൻ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനൊരു കള്ളനോ കൊള്ളക്കാരനോ അല്ല.
എൻ്റെ കയ്യിലുള്ള ഈ പണം ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. നാളെ അവളുടെ വിവാഹമാണ്. അവൾ വേറെ ആരുമല്ല, ഗായത്രി, ഞാൻ സ്നേഹിച്ചിരുന്ന പെണ്ണ്. അതെ, എൻ്റെ പ്രണയിനി, എൻ്റെ ഹൃദയമായിരുന്നു. അവളെൻ്റെ ശ്വാസമായിരുന്നു. അവളെൻ്റെ ജീവൻ. എപ്പോഴാണ് ഞാൻ അവളെ ആദ്യമായി കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എന്നിൽ അവൾ എപ്പോഴും ഉണ്ടായിരുന്നു. ഇതൊരു ഭ്രാന്തന്റെ ജൽപ്പനം പോലെ നിങ്ങൾക്ക് തോന്നാം. ഞാൻ പ്രണയിച്ചിരുന്ന പെണ്ണ്, നാളെ അവളുടെ വിവാഹം വേറൊരാളുടെ കൂടെ. അതെല്ലാം ശരിയാണ്. എൻ്റെ കഥ നിങ്ങളറിയണം. പമ്പ് അടുത്തെവിടെയെങ്കിലും ഉണ്ടോ? ബോസേ, ശത്രു വന്നിട്ടുണ്ട്. ഇതാ ഇപ്പോൾ എൻ്റെ അരികിൽ മുന്നിലുണ്ടവൻ. ബോസിന്റെ സാമ്രാജ്യം തകർത്തവൻ, പോലീസിനെ കൊണ്ട് നാട് കടത്തിച്ചവൻ, അവൻ തന്നെ വിനു സുബ്രഹ്മണ്യൻ. അവൻ എന്തിനോട് വരണം? അവനെ ഞാൻ ഇവിടെ കണ്ടു. നമ്മുടെ ഏരിയയിൽ വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയില്ല ബോസ്. ഇപ്പോൾ വന്നാ നമുക്ക് ഗവനിച്ചു വിടാം ബോസ്. ആ, തീർച്ചയായും വേണം. ഈ അജ്ഞാതവാസമൊക്കെ കഴിഞ്ഞ് അവനെ നമ്മൾ നേരിട്ട് കാണേണ്ടതല്ലേ. അതിപ്പോഴേ ആയാലേ അത് അത്രയും നന്ന്. വണ്ടി എടുക്കടോ. ഓട്ടോക്കുമാരെന്ന് ഞാൻ ഈ തുരുത്തിൽ നിങ്ങൾക്കൊരു കോമഡിയനായിരിക്കാം. പക്ഷേ എല്ലാവരും ഭയപ്പെട്ടിരുന്നൊരു ഭൂതകാലം എനിക്കുണ്ടായിരുന്നു. ചെന്നായി കുമാർ. അതെ, സിറ്റിയെ വേർപ്പിച്ചിരുന്ന ചെന്നായി കുമാർ. ഞാൻ കാപ്പ കേസിൽപ്പെട്ട് സിറ്റിയിൽ നിന്ന് നാട് കടത്തപ്പെട്ട് ഈ തുരുത്തിൽ വരാൻ പ്രധാന കാരണം അവനാണ്, വിനു. അതെ, വിനു സുബ്രഹ്മണ്യൻ.
ഞാൻ അവളെ ആദ്യമായി കാണുന്നത് ഞങ്ങളുടെ ഗോകുലം കോളനിയിൽ അവളുടെ കുടുംബം പുതുതായി താമസിക്കാൻ വരുമ്പോഴാണ്. കണ്ടതും ഘാതൽ എന്നൊക്കെ പറയില്ലേ, അത് സംഭവിച്ചു. അവളെ ആദ്യമായി കണ്ട അന്നു മുതൽ ഞാൻ വേറൊരു ലോകത്തായി. അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഞാൻ അവൾ കാണാൻ വേണ്ടിയും. ആ ഓരോ നിമിഷങ്ങൾക്കും വർഷങ്ങളുടെ ദൈർഘ്യമുണ്ടായിരുന്നു. അവളുടെ അച്ഛനും അമ്മയായിരുന്നു അവളുടെ ലോകം. പക്ഷേ അവൾ പോകും വഴിയിലെല്ലാം അവളുടെ നിഴലായി ഞാനും ഉണ്ടായിരുന്നു. പക്ഷേ വിധി വേറൊന്നായിരുന്നു. നാളെ അവളുടെ കല്യാണമാണ്, വേറെ ഒരാളുടെ കൂടെ. ഞാൻ കൊണ്ടുപോകുന്ന ഈ പണം അവളുടെ വിവാഹത്തിന് വേണ്ടിയാണ്. അലരേ നീ എന്നിലെ ായി മാറി. ഹലോ മോനെ, ഹലോ, നീ ഉടനെ വരില്ലേ? നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്.